സിസ്റ്റം ഒരിക്കലും നിലവിലുള്ള എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുടെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു എലമെന്റ് ഓഫ് ഡൗട്ട് വരണം, എന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു മാറ്റം കൊണ്ടിരുന്നത് എന്നുള്ളൊരു സംശയം ഒരു എംപ്ലോയിക്ക് വരുന്നതാണ്. മറ്റൊരു ചലഞ്ചാണ് ഈ ഗ്രോയിങ് ബിസിനസ്സുകൾ. കൂടെ വിശ്വസിച്ച് നിർത്താവുന്ന കുറേ മനുഷ്യരുണ്ട്. പക്ഷേ ബിസിനസ് ഗ്രോ ചെയ്യുമ്പോൾ ഈ വ്യക്തിബന്ധങ്ങളെ മാത്രം ആശ്രയിച്ച് കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ സിസ്റ്റത്തിലേക്ക് പോവേണ്ടി വരും. സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് ഇത്രയും കാലം ഈ സംവിധാനത്തിൻ്റെ കൂടെ നിന്ന മനുഷ്യരുണ്ട്. അവരെ കൈയൊഴിയാനും പറ്റില്ല, സിസ്റ്റം ബിൽഡ് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഈ ചലഞ്ചിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് ടീമിന് വേണ്ടിയിട്ട് തന്നെയാണ്. ആ ഒരു റിയാലിറ്റി ടീമിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഫൗണ്ടേഴ്സിന് ബാധ്യതയുണ്ട് താനും. സിസ്റ്റം ഒരിക്കലും നിലവിലുള്ള എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുടെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൾച്ചറിലാണ് ആ സിസ്റ്റം ഇപ്പം നിലനിൽക്കുന്നത്. ആ സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് പ്രൊസീജിയറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അത് ആളുകൾക്ക് മറ്റാളുകൾക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യും. അവിടെ ഒരു എലമെന്റ് ഓഫ് ഡൗട്ട് വരണം, എന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു മാറ്റം കൊണ്ടിരുന്നത് എന്നുള്ളൊരു സംശയം ഒരു എംപ്ലോയിക്ക് വരുന്നതാണ്. സത്യത്തിൽ ഒരു നല്ല ഇൻറ്റൻഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫൗണ്ടറും അദ്ദേഹത്തിൻ്റെ ടീമിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കില്ല. ഇപ്പം ഞാനൊരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ആ പണി എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ പണി എനിക്ക് രണ്ട് രൂപത്തിൽ തന്നെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ആ പണി ഞാൻ വേറെ ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊസിഷൻ അപകടത്തിലാവും എന്നുള്ളതാണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ. മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ, ഞാൻ ആ പൊസിഷനിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് വഴി എനിക്ക് കൂടുതൽ ഇപ്പോൾ വലിയ റെസ്പോൺസിബിലിറ്റിയിൽ പോകാനുള്ള ചാൻസ് വരുന്നുണ്ട്. ഓരോരുത്തരും എങ്ങനെയാണ് അതിനെ കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ATBC, Profit with Purpose, Prosperity for All.